പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 20-ാം അധ്യായത്തില് 1 മുതലുള്ള തിരുവചനങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുന്ന യജമാനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, അതിരാവിലെ എഴുന്നേറ്റ് തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കുന്ന യജമാനന് സദൃശ്യമാണ് ദൈവരാജ്യം എന്ന്. ഈ പ്രഭാതത്തിൽ കർത്താവാകുന്ന യജമാനൻ തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വേലക്കാരായി വിളിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേറ്റത് കർത്താവിന്റെ വിളി സ്വീകരിച്ചുകൊണ്ടാണ്, കർത്താവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ്. നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്താലും ആലയിൽ ജോലി ചെയ്താലും, നമ്മൾ പാടത്ത് ജോലി ചെയ്താലും പറമ്പിൽ ജോലി ചെയ്താലും, നമ്മൾ ഓഫീസിൽ ജോലി ചെയ്താലും വ്യവസായശാലകളിൽ ജോലി ചെയ്താലും, നമ്മൾ എവിടെ ജോലി ചെയ്താലും എല്ലാം ദൈവം നമ്മെ ഫലമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്. കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിലുള്ള ജോലിയാണ്. ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതം അറിഞ്ഞ് ശുശ്രൂഷ ചെയ്യുവാനും ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ വിജയകരമായി തീരുവാനും കർത്താവിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അതിന് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രഭാത വിരുന്ന് എന്ന ശുശ്രൂഷയിലൂടെ നിങ്ങളെ സമീപിക്കുന്നു. നിങ്ങളെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ, നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നേടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്ന് നമുക്ക് ധ്യാനിക്കാനും നമ്മുടെ വഴികാട്ടിയായി എപ്പോഴും മുൻപിൽ നിൽക്കാനും വേണ്ടി നൽകുന്ന വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 20-ഉം 21-ഉം തിരുവചനങ്ങളാണ്. നമുക്ക് ഈ വചനം ശ്രദ്ധാപൂർവം ശ്രവിക്കാം. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക. ഇതുവഴി നീ അവന്റെ ശിരസിൽ തീക്കനലുകൾ പുനകൂട്ടും. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. ക്രൈസ്തവ ജീവിത നിയമങ്ങളെക്കുറിച്ചാണ് പൗലോസ്ലീഹ
റോമാലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പ്രത്യേകമായും പ്രതിപാദിക്കുന്നത്. അത് പ്രധാനപ്പെട്ടതായിട്ട് ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 25-ാം അധ്യായം 21 22 വചനങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ സംസാരിക്കുക. സുഭാഷിതങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കുവാനും ദാഹിക്കുന്നെങ്കിൽ കുടിക്കാനും കൊടുക്കുക, അങ്ങനെ അവന്റെ ശിരസിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂന കൂട്ടുകയായിരിക്കും ചെയ്യുന്നത് എന്ന്. അവിടെ പശ്ചാത്താപത്തിന് തീക്കനൽ എന്ന് പ്രത്യേകമായി എടുത്തു പറയുന്നു. പക്ഷെ പൗലോസ്ലീഹ അത് ഉദ്ധരിച്ചു കഴിഞ്ഞപ്പോൾ പശ്ചാത്താപത്തിന്റെ എന്നുള്ള ആ വാക്ക് എടുത്തു മാറ്റിയിട്ട് തീക്കനൽ കൂന കൂട്ടുക ആണ് ചെയ്യുന്നത് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? നമ്മുടെ ശത്രുവിന് നന്മ ചെയ്യുമ്പോൾ, അവന് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, ദാഹിക്കുമ്പോൾ കുടിക്കാൻ കൊടുക്കുന്നു, അവന് ആവശ്യനേരം സഹായിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ സ്വാധീനത്തിന് വഴിതുറക്കുകയാണ് എന്ന കർത്താവ് പറയുക. പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് അതാണ്. ശത്രുവിന് നമ്മൾ നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ വചനത്തിൽ സ്നാപകയോഹന്നാന്റെ ഒരു പ്രവചനമുണ്ട്. ഞാൻ നിങ്ങളെ ഇപ്പോൾ വെള്ളം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എനിക്ക് പിൻപേ വരുന്നവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും നിങ്ങളെ സ്നാനപ്പെടുത്തും എന്ന്. അവിടെ അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ആട്രിബ്യൂട്ടാണ്, ഒരു പ്രതീകമാണ്. പന്തക്കുസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അഗ്നി നാവുകളായിട്ടാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് അഗ്നി. പഴയ നിയമത്തില് ദൈവത്തിന്റെയും ദൈവിക സാന്നിധ്യത്തിന്റെയും പ്രതീകമായിരുന്നു അഗ്നി. പുറപ്പാടിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ തിരുവചനങ്ങളില് മോശയ്ക്ക് ദൈവിക ദർശനമുണ്ടാകുന്നത് കത്തിപ്പടരുന്ന മുൾപടർപ്പിൽ നിന്നുമാണ്. മുൾപടർപ്പിൽ നിന്നും അഗ്നിയിൽ നിന്നും കർത്താവ് മോശയോട് സംസാരിച്ചു. അവിടെ അഗ്നി ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തില് 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു: ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത അവസരത്തിൽ പകൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി മേഘസ്തംഭത്തിലും രാത്രി അവരെ വഴി കാണിക്കാൻ വേണ്ടി ദൈവം അഗ്നിസ്തംഭത്തിലും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന്. അവിടെ അഗ്നി ദൈവിക സംരക്ഷണത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഒരു പ്രതീകമാണ്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ തന്നെ 19-ാമത്തെ അധ്യായത്തില് നമ്മൾ വായിക്കുന്നു: ദൈവം സീനായ് മലയിൽ ഇറങ്ങി വന്നപ്പോൾ സീനായ് മല പുക കൊണ്ട് ആവൃതമായി, കാരണം ദൈവം അഗ്നിയുടെ രൂപത്തിൽ മലയിൽ ഇറങ്ങി വന്നിരുന്നു എന്ന്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തില് 18-ാമത്തെ അധ്യായത്തില് കാർമൽ മലയിൽ ഏലിയ പ്രവാചകൻ ദൈവത്തിന് ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബലിവസ്തുക്കൾ ദഹിപ്പിക്കുവാനും അതിന് ചുറ്റുമുണ്ടായിരുന്ന ഉറവചാലുകൾ വെള്ളം വറ്റിക്കുവാനും വേണ്ടി ദൈവം ഇറങ്ങി വന്നത് അഗ്നിയുടെ രൂപത്തിലാണ്. ഇവിടെയെല്ലാം അഗ്നി ദൈവിക സാന്നിധ്യത്തിന്റെ പ്രതീകമാണ്. അപ്പോൾ നമ്മുടെ എതിരാളികൾക്ക് നമ്മൾ നന്മ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണ്? ആ വ്യക്തിയിലുള്ള അധമ അംശത്തെ ഇല്ലാതാക്കുകയും ഉത്തമ അംശത്തെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പൗലോസ്ലീഹ പറയും, അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് തിന്മ ചെയ്യാതെ, എതിരാളികൾക്ക് തിന്മ ചെയ്ത് അവനുള്ള അധമ അംശത്തെ ഉദ്ദീപിപ്പിക്കാതെ അവന് നന്മ ചെയ്ത് അവളുടെ ഉത്തമ അംശത്തെ നമ്മൾ വളർത്തണം, ഉദ്ദീപിക്കണം എന്ന് പറയുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് അധമ അംശവുമുണ്ട്, ഉത്തമ അംശവുമുണ്ട്. സൽവിചാരങ്ങളുണ്ട്, ദുർവിചാരങ്ങളുമുണ്ട്. നമ്മൾ പുറത്തുനിന്നും ഉദ്ദീപിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഈ അധമ അംശമോ ഉത്തമ അംശമോ ദുർവികാരങ്ങളോ സൽവിചാരങ്ങളോ എല്ലാം വർദ്ധമാനമാവുകയോ അതിന് കുറഞ്ഞു വരികയോ ചെയ്യും. എന്നെ ദ്രോഹിക്കുന്ന വ്യക്തി, എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തിയോട്, എന്നോട് കോപിക്കുന്ന വ്യക്തിയോട്,
ആ വ്യക്തിയോട് ഞാൻ തിരിച്ചു കോപിക്കുകയും ആ വ്യക്തിയോട് ഞാൻ തിരിച്ച് തിന്മ ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ അവനിലുള്ള അധമ അംശത്തെ ഞാൻ ഉദ്ദീപിപ്പിക്കുന്നു. അത് അവനിൽ വളർന്നു വരുന്നു. അവനെ കൂടുതൽ തിന്മയുള്ളവനാക്കി മാറ്റുകയാണ്. എന്നാൽ അവൻ എന്നോട് തിന്മ ചെയ്താലും ഞാൻ അങ്ങോട്ട് നന്മ ചെയ്തു കഴിയുമ്പോൾ അവനുള്ള ഉത്തമ അംശത്തെ വളർത്താനായിട്ട് ശ്രമിക്കുകയാണ്. പ്രപഞ്ചത്തിന് ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരച്ചുവട്ടിൽ നമ്മൾ തീയിട്ട് കഴിഞ്ഞാൽ അതിന് ചൂടേറ്റ് ആ മരത്തിന്റെ ആദ്യം ഇല ഉണങ്ങും, കരിയും, പിന്നീട് അതിന്റെ ചില്ലകൾ ഉണങ്ങും, വാടും, അവസാനം ആ മരം തന്നെ ഉണങ്ങി നശിച്ചു പോകും. എന്നാൽ ഉണങ്ങി വരണ്ട ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ വെള്ളം വലിച്ചെടുത്തു കഴിയുമ്പോൾ ആ വൃക്ഷത്തിന്റെ ഉള്ളിൽ തന്നെയുള്ള, അതിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പ്രത്യേകമായ പ്രാപഞ്ചിക ശക്തി കൊണ്ട് അത് വീണ്ടും തളിർക്കാൻ തുടങ്ങും, കൂടുതൽ ശിഖരങ്ങൾ വളർത്താൻ തുടങ്ങും, അത് പുതുജീവൻ പ്രാപിക്കാൻ തുടങ്ങും. അതിലുള്ള നന്മയുടെ അംശം വളർന്നു വരും. ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു വ്യക്തിയിൽ തിന്മ ഉയർന്നു നിൽപ്പുണ്ടാകും, ദേഷ്യമുണ്ടാകും, കോപമുണ്ടാകും, വെറുപ്പുണ്ടാകും, അല്ലെങ്കിൽ പാപത്തിന്റെ ബന്ധനമുണ്ടാകും, ദുശീല ബന്ധനമുണ്ടാകും. അത്തരം തിന്മകളുള്ള വ്യക്തിക്ക് നമ്മൾ നന്മ ചെയ്തു കഴിയുമ്പോൾ ആ വ്യക്തിയിലുള്ള ഉത്തമ അംശത്തെ നമ്മൾ ഉദ്ദീപിപ്പിക്കുകയും ആ വ്യക്തിയെ നമ്മൾ നന്മയിലേക്ക് നയിക്കുകയും പശ്ചാത്താപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. നമുക്ക് പല ഉദാഹരണം കാണാൻ പറ്റും. പൂർവ്വ യോസേഫ് തന്റെ സഹോദരന്മാരുടെ അസൂയ കൊണ്ട് വിൽക്കപ്പെടുകയും അടിമത്തം അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയാണ്. തന്റെ സഹോദരന്മാർ ഭക്ഷണം തേടി ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവരോട് പ്രതികാരം ചെയ്യാതെ അവർക്ക് വിശപ്പടക്കാൻ ഭക്ഷണവും താമസിക്കുവാൻ സൗകര്യവും എല്ലാം ചെയ്തു കൊടുത്തു. അതിന്റെ ഫലമായി എന്താ സംഭവിച്ചത്? ഈ സഹോദരന്മാരിൽ ഉണ്ടായിരുന്ന വെറുപ്പ് മാറി, അവർക്ക് പശ്ചാത്താപമുണ്ടായി, ജോസഫിനോട് സ്നേഹമുണ്ടായി, അവിടെ ഒരു സാഹോദര്യം വളർത്തപ്പെട്ടു, കുടുംബം മുഴുവനും അവിടെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവസ്ഥയുണ്ടായി. അവരിലുണ്ടായിരുന്ന ഉത്തമ അംശത്തെ ഉദ്ദീപിപ്പിച്ച് അധമ അംശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ സ്നേഹം വളർത്താനായിട്ട് ജോസഫിന് കഴിഞ്ഞു. അവർ തങ്ങൾ ജോസഫിനെതിരെ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ തയ്യാറാകുന്നു. അവർ പശ്ചാത്തപിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അവിടെ സാഹോദര്യം വളർന്നു. സാമൂവേലിന്റെ 1-ാം പുസ്തകത്തിലെ 24-ാം അധ്യായത്തിലും 26-ാമത്തെ അധ്യായത്തിലും നമ്മൾ തത്തുല്യമായ ഒരു അനുഭവം കാണുന്നുണ്ട്. സാവൂൾ രാജാവ് ദാവീദിനോടുള്ള വെറുപ്പ് കൊണ്ട് അവൻ സാമൂവേലിനാൽ ഭാവി രാജാവായി അഭിഷിക്തനായിരിക്കുന്നു. അവൻ രാജാവായി കഴിഞ്ഞാൽ തന്റെ രാജ്യസ്ഥാനം നഷ്ടമാകും, തന്റെ കുടുംബം തിരസ്കൃതമാകും എന്നുള്ള ചിന്ത കൊണ്ട് ദാവീദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. എൻഗഡിയില് കാട്ടാടുകളുടെ പാറയ്ക്കരികിലുള്ള ഗുഹയിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു എന്ന് കേട്ട സാവൂൾ തന്റെ പ്രഗത്ഭരായ പടയാളികളോടൊപ്പം ദാവീദിനെ പിടിക്കാൻ ചെല്ലുന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിന് വിളിയുണ്ടായി, ശൗച്യത്തിന് ആവശ്യമുണ്ടായി. അവൻ ഒരു ഗുഹയിൽ കയറി. ആ ഗുഹയിൽ തന്നെയാണ് ദാവീദ് ഒളിച്ചിരുന്നത്. തന്റെ വിരോധിയെ തന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് കിട്ടി. അപ്പോൾ അംഗരക്ഷക പ്രധാനി അഭിഷായി ദാവീദിന് പറയുന്നുണ്ട്, ദൈവം എത്രയോ മഹോന്നതൻ, നീ എനിക്ക് ഒരു അനുവാദം തന്നാൽ നിന്റെ എതിരാളിയെ ഇപ്പോൾ അവന്റെ വാളുകൊണ്ട് തന്നെ വെട്ടി വീഴ്ത്താം എന്ന്. അപ്പോൾ പക്ഷെ ദാവീദ് പറയുന്നു, ഇല്ല, അഭിഷിക്തനെതിരെ കരമുയർത്തരുത്. ദാവീദ് സാവൂളിന്റെ വസ്ത്രത്തിന്റെ ഒരു അരിക് മുറിച്ചെടുത്തു. സാവൂൾ തന്റെ ആവശ്യത്തിന് പുറത്തു പോയപ്പോൾ ദാവീദ് ചെന്ന് സാവൂളിന് മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ വധിക്കാൻ വരുന്നത്? എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. വേണമായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഒറ്റവെട്ടിന് കൊല്ലാമായിരുന്നു. ഈ തുണിക്കഷ്ണം കണ്ടിച്ചെടുത്ത ആ സമയം കൊണ്ട് എനിക്ക് നിന്നെ കഴുത്തിറക്കാമായിരുന്നു. പക്ഷെ ഞാൻ അത് ചെയ്യുകയില്ല. അപ്പോൾ സാവൂൾ ഈ വാക്കുകളോട് പ്രതികരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 24-ാം അധ്യായം 17-ാമത്തെ വചനം, നീ എന്നേക്കാൾ നീതിമാനാണ്,
ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നു. ഞാൻ നിനക്ക് തിന്മ ചെയ്തു, നീ എനിക്ക് നന്മ ചെയ്തു. അതിന്റെ പരിണത ഫലം എന്താണ്? സാവൂൾ തന്റെ വെറുപ്പും വിദ്വേഷമെല്ലാം ഉപേക്ഷിച്ചിട്ട് സാവൂളിനെ വീണ്ടും മരുമകനായി സ്വീകരിക്കുകയും സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുകയാണ്. കണ്ടോ, തിന്മയ്ക്ക് പകരം നന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പ്രവർത്തിക്കുകയും അവനുണ്ടായ നന്മയുടെ അംശത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. അവൻ ക്ഷമിച്ചുകൊണ്ട് സ്വന്തം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നു. 26-ാം അധ്യായത്തിൽ ഇതുപോലെ കാണുന്നുണ്ട്. ദാവീദിനെ പിടിക്കാൻ വീണ്ടും അവൻ വന്നു. അത് അവന്റെ അനുയായികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. രാത്രിയിൽ സാവൂൾ ഉറങ്ങിക്കിടക്കുന്നു. അവന്റെ കുന്തം അവന്റെ തലയുടെ ഒരു വശത്തും അവന്റെ നീർക്കുടം മറുവശത്തും വെച്ചാണ് കിടന്നുറങ്ങുന്നത്. രാത്രിയിൽ ദാവീദും അനുജനന്മാരും വന്ന് നീർക്കുടവും കുന്തവും എടുത്തോട്ട് പോയി. ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ രാജാവിന്റെ കുന്തവും രാജാവിന്റെ നീർക്കുടവും എന്റെ കയ്യിലുണ്ട്. ഉണർന്നെഴുന്നേറ്റ സാവൂൾ രാജാവ് ദാവീദിന്റെ സ്വരം തിരിച്ചറിയുന്നു. അല്ലയോ മകനെ ദാവീദേ, നീയാണോ ഇത്? ദാവീദ് പറയുന്നു, പിതാവായ സാവൂളെ, എന്തിനാണ് എന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നത്? എനിക്ക് നിന്നോട് ഒരു വെറുപ്പുമില്ല. നിന്റെ കുന്തം എടുത്തുകൊണ്ട് വന്ന സമയം കൊണ്ട് നിന്നെ ഒറ്റക്കുത്തിന് കൊല്ലാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം നീ കർത്താവിന്റെ അഭിഷിക്തനാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ സാവൂളിന്റെ മനസ്സിൽ അവനിലുണ്ടായ നന്മ ഉയരുകയും സാവൂൾ ഇങ്ങനെ പ്രത്യുത്തരിക്കുകയും ചെയ്യുന്നു. 26-ാം അധ്യായം 25-ാമത്തെ വചനം, മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും എന്ന്. 26-ാം അധ്യായം 21-ാം വചനം, ഞാൻ വളരെയേറെ തെറ്റ് ചെയ്തു പോയി, നീ തിരിച്ചു വരിക, ഞാൻ വിഡ്ഢിത്തം കാണിച്ചു, ഇന്ന് നീ എന്റെ ജീവനെ വിലയുള്ളതായി കണ്ടു. ഇവിടെ സാവൂളിന് ദാവീദ് നന്മ ചെയ്തു കഴിഞ്ഞപ്പോൾ സാവൂളിൽ ഉണ്ടായിരുന്ന നന്മയുടെ അംശം വർദ്ധിച്ചു വരികയും തിന്മയുടെ അംശം കുറയുകയും ശപിക്കാനും ദ്രോഹിക്കാനും വന്നവൻ അനുഗ്രഹിക്കുന്നവനായി മാറുകയും ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനം ഇങ്ങനെയാണ്. നമ്മുടെ ശത്രുവിനെ നമ്മൾ ഭക്ഷിക്കുവാനും കുടിക്കാനും കൊടുക്കുമ്പോൾ, ആ വ്യക്തി നന്മ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ ഉള്ള തിന്മയുടെ അംശം കുറഞ്ഞു വന്ന് നന്മയുടെ അംശം വർദ്ധമാനമാവുകയും ആ വ്യക്തി നല്ലവനായി മാറുകയും ചെയ്യും. സിസ്റ്റർ റാണി മരിയായുടെ ഘാതകനോട് ആ കുടുംബം മുഴുവനും ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിനൊരു അംഗമായി മാറി ആ ഘാതകൻ. നമ്മൾ അടുത്ത നാളിലൊക്കെ കണ്ടതും കേട്ടതും അതാണ്. മരിയ ഗോരേത്തിയുടെ ഘാതകനായ അലക്സാണ്ടറിനോട് മരിയ ഗോരേത്തി ക്ഷമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ മാനസാന്തരപ്പെടുകയും ഒരു പുരോഹിതനായി പിന്നീട് ജീവിച്ച് പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇതാണ്: നമ്മൾ മറ്റുള്ളവരുള്ള അധമാംശത്തെ വളർത്താൻ വേണ്ടി അവർക്ക് തിന്മ ചെയ്യാതിരിക്കുക. അവരുടെ ഉത്തമാംശത്തെ വളർത്താൻ വേണ്ടി നമ്മൾ അവർക്ക് നന്മ ചെയ്യുക. അപ്പോൾ നമ്മിലും അവരിലും നന്മ വളർന്നു വരും. സ്നേഹമുള്ള നന്മയുള്ള ഒരു സമൂഹം രൂപപ്പെടുകയും ചെയ്യും. ഈ കൃപയ്ക്കു വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഉദയേ പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ. സ്വർലോകനാഥാനി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാ ഇമ്പമായി ധരണിയാകെ ആബാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ
ഞങ്ങളെല്ലാം കർത്താവാ ദൈവമേ, ഞങ്ങൾ മാനുഷികമായി ഒത്തിരി ബലഹീനതകൾ ഉള്ളവരാണ്. ഞങ്ങളിൽ മുറിവേറ്റ വികാരങ്ങളുണ്ട്. വെറുപ്പിന്റെയും വിരോധത്തിന്റെയും പ്രതികാരത്തിന്റെയും ഒക്കെ ചിന്തകളും വികാരങ്ങളുമൊക്കെ ഞങ്ങളിലുണ്ട്. ഈ മുറിവേറ്റ വികാരങ്ങളും അനുഭവങ്ങളും ഞങ്ങളിൽ ഉള്ളതുകൊണ്ട് ഞങ്ങളെ മുറിവേൽപ്പിച്ചവർക്ക് അതേ തോതിൽ തന്നെ തിരിച്ചു കൊടുക്കാനാണ് ഞങ്ങൾക്കുള്ള മാനുഷിക പ്രവണത. എന്നാൽ കർത്താവെ, അവിടുത്തെ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുവല്ലോ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്താൽ തിന്മ വർദ്ധിച്ചു വരുന്നതല്ലാതെ കുറയുന്നില്ല. തിന്മയ്ക്ക് പകരം നന്മ ചെയ്തു കഴിഞ്ഞാൽ തിന്മ കുറയുകയും നന്മ വർദ്ധമാനമാവുകയും ചെയ്യും. കുരിശിൽ കിടന്നുകൊണ്ട് അവർ ഞങ്ങളെ പഠിപ്പിച്ച കാര്യവും ഇത് തന്നെയാണല്ലോ. അവിടുന്ന് ക്രൂശിതനായപ്പോൾ തന്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടു. തന്റെ ഹൃദയം കുത്തി തുറന്ന് ആ പടയാളിയുടെ അന്ധത മാറ്റുവാൻ മാത്രം അവിടുന്ന് നന്മ നിറഞ്ഞവനായിരുന്നു. അവന് തിന്മ കൊടുക്കാതെ അവന് നന്മ കൊടുത്തു. ഇതുപോലെ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ഞങ്ങൾക്ക് നഷ്ടങ്ങൾ വരുത്തുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ഞങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ഞങ്ങളുടെ വളർച്ചയിൽ വിഘാതമായി നിൽക്കുന്നവർക്ക്, തടസ്സം സൃഷ്ടിക്കുന്നവർക്ക് നന്മ ചെയ്യുവാൻ, ഞങ്ങളെ തകർത്തവർക്ക് നന്മ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പൈശാചികമായ സ്വാധീനമായ വെറുപ്പ് ഞങ്ങളിൽ അകന്നു പോകട്ടെ. പ്രതികാര ചിന്ത ഞങ്ങളിൽ നിഷ്കാസിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയും രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് സമൂഹത്തിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭാഗതയുടെയും ഒക്കെ ചിന്തയും ആശയങ്ങളും പരത്തുന്ന അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ. വിഭാഗിത ചിന്ത മാറുവാനും വെറുപ്പ് നീങ്ങുവാനും സാഹോദര്യം വളരുവാനും ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. അവർ ചെയ്യുന്ന ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറാനുള്ള കൃപ കൊടുക്കണമേ. വർഗത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, നാടിന്റെ പേരിൽ, രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഇന്ന് സമൂഹത്തെ വിഭജിക്കുവാനും പരസ്പരം വഴക്കടിക്കുവാനും അങ്ങനെ സമൂഹത്തിലുള്ള സൗഹാർദ്ദവും സമൂഹത്തിലുള്ള ഐക്യവും ഹാർമണിയും നഷ്ടപ്പെടുത്തുവാനും ഇടയാകാതിരിക്കട്ടെ. കർത്താവെ, അവരെ സഹായിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, പുരുഷൻ ചുവട്ടിൽ നിന്നുകൊണ്ട് അമ്മ തന്റെ പ്രിയപ്പെട്ട മകന്റെ ഘാതകരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും അമ്മ പാപികൾക്ക് വേണ്ടിയും അവിടുത്തെ പ്രിയപുത്രനെ നിഷേധിക്കുന്നവർക്ക് വേണ്ടിയും മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് വേണ്ടിയും അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. സകല വിശുദ്ധരെ, മാലാഖമാരെ, ഞങ്ങളിലുള്ള അധമാംശത്തെ ഇല്ലാതാക്കി ഉത്തമാംശത്തെ വളർത്തിയെടുക്കുവാൻ, ദുർവിചാരങ്ങളെ ഉപേക്ഷിച്ച് സൽവിചാരങ്ങൾ ഉയർത്തുവാൻ, ഞങ്ങളുടെ നിഷിദ്ധമായിട്ടുള്ള വികാരങ്ങളെ ഉപേക്ഷിച്ച് സൽവികാരങ്ങളെ ഉയർത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പിടുന്നു?
ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. നമുക്കിപ്പോൾ കർത്താവിന്റെ ആശീർവാദത്തിനു വേണ്ടി ശിരസ് നമിക്കാം. സർവശക്തനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളിൽ ഒത്തിരി നന്മ നിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം കൊണ്ട് ഞങ്ങളിലുള്ള തിന്മയും ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുത്തെ ആശീർവദിക്കുന്ന വലതുകരം ഇപ്പോൾ ഞങ്ങളിലേക്ക് നീട്ടണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ശക്തമായി ഞങ്ങളിൽ സന്നിവേശിപ്പിക്കണമേ. ഞങ്ങളുടെ അധമാംശത്തെ നീക്കി ഉത്തമാംശം വളർത്തി കൊണ്ടുവരുവാൻ അവർക്ക് ആശീർവാദം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശുവിന്റെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടെയും നിങ്ങൾ കുടുംബത്തോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദം ആയി തീരട്ടെ, ആനന്ദം ഉള്ളതായി തീരട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകട്ടെ. ഇപ്പോൾ കേട്ട ഈ വചനഭാഗം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ ദിവസം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, ദൈവകൃപ സമൃദ്ധമായി നൽകപ്പെടുന്ന ഒരു ദിവസമായി ഇന്ന് രൂപാന്തരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.